ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം 2025 അത്രക്കൊരു സന്തോഷത്തോടു കൂടിയല്ല വന്നതെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഈ കണ്ടകശനി കൊണ്ടേ പോകുന്ന പറഞ്ഞ പോലെ ഈ 2025 നമ്മളതിനൊക്കെ കൊണ്ടേ പോവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വർഷം കഴിയുമ്പോഴേക്ക് എന്തൊക്കെ ആവും എന്തോ. ആകെ 1.5 മാസമായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അനർത്ഥങ്ങൾ എന്തൊക്കെയാണ്. ആന അടച്ചൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടല്ലേ. എല്ലാ പൂരങ്ങളിലും നീർച്ചയിലും ഒക്കെ ആനകളിടയുണ്ട്. ആനകൾ ബഹളം ഉണ്ടാക്കുക, ഒരാളെ കൊല്ലുക, പാപ്പാനെ കൊല്ലുക. ഇപ്പോൾ ഇവിടെ കൊണ്ടോട്ടിയില്ല, അവിടെ ഒരു ആന അടഞ്ഞിട്ട് ആന കുത്തിയിട്ടെല്ലാം മരിച്ചെന്ന് തോന്നുന്നുണ്ട്. എന്താ ബിൽഡിങ്ങൊക്കെ ആന തട്ടിമറിച്ചിട്ടിട്ട് ആൾക്കാരെ മേലേക്ക് വീണിട്ടാണ് മരിച്ചിരിക്കുന്നത്. 3 പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലായിടത്തും ആന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ആന അടഞ്ഞെന്ന് കേൾക്കാന്നല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് അത് കേൾക്കണ ഒരവസ്ഥയിലോട്ടൊന്നും വരാറില്ല. ഇനിയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉത്സവകാലങ്ങളാണ്. ഏതാണ്ട് ലാസ്റ്റ് തൃശ്ശൂർ പൂരം വരെ ഉത്സവങ്ങളാണ് ആനകൾ. ഇനിയിപ്പോൾ അതിലൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്തോ ആത്മഹത്യകൾ, പിന്നെ ഇപ്പോൾ അതേപോലെ കൊലപാതകങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ റാഗിങ്ങിനെ കുറിച്ച് കേട്ടത്. റാഗിങ്, അതെന്ത് റാഗിങ്? ഇങ്ങനൊക്കെ റാഗിങ് നടക്കുമോ? അതൊരു ഹോസ്റ്റലിനുള്ളിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഈ അപ്പുറത്തുള്ള റൂമിലുള്ള ആൾക്കാരൊന്നും ഇത് കാണുകയും കേൾക്കുകയൊന്നും ചെയ്യില്ലേ? അവിടെ വാർഡന്മാരുണ്ടാവില്ലേ? അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടാവില്ലേ? പിന്നെ ആൾക്കാർ ഒരു ഹോസ്റ്റൽ അവിടെ തുറന്നിട്ടിട്ട് അവിടെ നോക്കാൻ ആളില്ല, അവിടെ അങ്ങനെ ആക്കിയിട്ടിട്ട് പോവുകയാണോ? ഇങ്ങനെയൊക്കെ ഒരു പയ്യനെ റൂമിലിട്ടിട്ട് ശരീരമാസകലം കുത്തിക്കീറി കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി ഇങ്ങനെ വാവിട്ട് കരയുമ്പോൾ അപ്പുറത്തിപ്പുറത്തൊന്നും ആൾക്കാരുണ്ടായിരുന്നു. വാർഡന്മാരുണ്ടായില്ല, സെക്യൂരിറ്റിക്കാരുണ്ടായില്ല. അതൊക്കെ അവരെ ശ്രദ്ധയിലപ്പോൾ പെട്ടിട്ടുണ്ടാവില്ല. ഈ കൂടെ പഠിക്കുന്ന, കൂടെ താമസിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അപ്പുറത്തിപ്പുറത്തെ റൂമുകളിലൊക്കെ. അവരൊന്നും ഇത് കാണില്ലേ? ആരും അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു 4 പേരൊക്കെ കൂടിയിട്ട് ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ഈ 4 പേർക്ക് ഒരേപോലെ ബോധമില്ലാത്തവരാവുമോ? ഒരാൾക്കെങ്കിലും അതിന്നൊരു ബോധോദയം വരില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ജയിലിൽ പോകേണ്ടി വരും. പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓരോ കാര്യത്തിന് വധശിക്ഷ വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, ജീവപര്യന്തം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കേസ് ഉണ്ടായാലും ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ പഠിപ്പ് മുന്നോട്ട് പോവുമോ, പോവാതെ ആവില്ലേ? അല്ലെങ്കിൽ ഞങ്ങളെ കരിയർ പോവും, ഞങ്ങളെ ജീവിതം പോവും. ഞങ്ങളുടെ കുടുംബം ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളെ പഠിക്കാൻ വിട്ടിക്കണത്. അല്ലെങ്കിൽ വല്ല വിദ്യാഭ്യാസ ലോണുകളൊക്കെ ഞങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് വീട്ടാന്നുള്ള കണക്കൂട്ടലിലൊക്കെ ഓരോരോ ബാങ്കുകളിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാവും പഠിക്കാൻ വിട്ടിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രതീക്ഷകളൊക്കെ മങ്ങും. ഒന്നൊന്നും ചിന്തിക്കാനുള്ള ബോധമൊന്നും അപ്പോൾ വരില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ? അതല്ലെങ്കിൽ നിയമവ്യവസ്ഥേനെ ഒരു ഭയമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യണത്? പിന്നെ ഞാൻ പറയണത്, നിയമവ്യവസ്ഥേനെ ഒരു ഭയം ആർക്കും ഇല്ല. പിന്നെ അതിലിടയിൽ വേറൊരു സംഭവം കണ്ട്, യൂട്യൂബിൽ തന്നെ വേറൊരു സംഭവം കണ്ട്. എന്താണ്, ഒരു പെണ്ണ് രാത്രിയിൽ മദ്യപിച്ചിട്ട് മയക്കുമരുന്ന് പോലീസുകാരായിട്ട് അംഗം വിട്ടിട്ടുണ്ട്. കൊച്ചിയിൽ എവിടെ ഉണ്ടാ തോന്നുന്നു. അതുകൊണ്ട് ഇതൊക്കെ എന്താ കഥ? പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ആൺപിള്ളേരെ കാര്യം പറയാനുണ്ടോ? ഇതൊക്കെ എവിടെ നിന്നാണ് ഇതിന് തുടക്കം വെക്കണത്? എവിടെ നിന്നാണ് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവണത്?
ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്നെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് സ്വാതന്ത്ര്യം? നല്ല ജീവിതം നയിക്കാനല്ല ഇവർ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കുന്നത്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനല്ല. അവർ ഇങ്ങനത്തെ ഓരോ അക്രമങ്ങൾ കാണിക്കണം. പുറത്ത് പോയിട്ട് തുണി അഴിച്ചിട്ട് നടക്കണം. പിന്നെ കണ്ട പോലെ മുടിയൊക്കെ എങ്ങനെയാണ് ആണുങ്ങൾ വെട്ടണ പോലെ വെട്ടണം, അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ വളർത്തണ പോലെ വളർത്തണം, അല്ലെങ്കിൽ ആണുങ്ങൾ നടക്കണ ആണുങ്ങളിട്ട് നടക്കണ ഡ്രസ്സിട്ട് നടക്കണം, അതല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളിട്ട് നടക്കണ പോലെ നടക്കണം. കുടുംബക്കാർ ചോദ്യം ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഇപ്പം നാൾ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറയാം, കുറേ ദൂരെ പോയി താമസിക്കുക, എന്നിട്ട് അവിടെ കിടന്ന് അർമാദിക്കുക. ഇതാണ് ഇന്ന് പെൺകുട്ടികളുടെ ഒരു രീതി. അതിന് കൊച്ചി, എറണാകുളം പോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കാട്ടുക. കാരണം അവിടെ ആരും ചോദ്യം ചെയ്യില്ല ഇതിനെ. നമ്മൾ ഗ്രാമങ്ങളിലെ പോലെ അല്ലല്ലോ പട്ടണങ്ങളിൽ ഇപ്പം എങ്ങനെ നടന്നാലെങ്കിൽ ഏത് രീതിയിൽ നടന്നാലും ആരും ചോദ്യം ചെയ്യില്ല. ഗ്രാമങ്ങളാകുമ്പോൾ അയൽവക്കക്കാരും ഒക്കെ ചോദ്യം ചെയ്യും. അന്നുള്ള മോളെ ഇങ്ങനെയൊക്കെ നടക്കണ്, അല്ലെങ്കിൽ നീ എന്തടി ഇങ്ങനെയൊക്കെ നടക്കണെന്ന് ചിലപ്പോൾ വയസ്സായ തന്ത വൈബും തള്ള വൈബൊക്കെ ഉള്ള ആൾക്കാർ, തന്താര് തള്ളാരൊക്കെ അത് ചോദിക്കുമ്പോൾ നീ എന്തെങ്ങനെ നടക്കണമെന്ന് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അപ്പോൾ അവർക്ക് അതിനെ ഫേസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതിന് മറുപടി പറയണ്ടേ, അല്ലെങ്കിൽ അവർ ആ ചോദ്യത്തിന് അവർക്ക് പിന്നെ നേരിടണ്ടേ. അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ ഒന്നും അറിയണ്ട, ആരൊന്നും ചോദിക്കില്ല. എറണാകുളം പോലുള്ള ഓരോ സ്ഥലങ്ങളിൽ, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ജോലിയാണെന്നും പറഞ്ഞിട്ട് പഠിക്കുകയെന്നും പറയാം. അപ്പോൾ നാട്ടിലുള്ളവർ ഉമ്മാടും വാപ്പാടും ആരും എൻ്റെ മോളെവിടെ, എൻ്റെ മോള് മൂത്ത കുട്ടി എവിടെ, അല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോനെവിടെ, മോളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളവിടെ പഠിക്കുക, കൊച്ചിയിൽ പഠിക്കുക, അവൾ എറണാകുളത്ത് പഠിക്കുക, എറണാകുളത്തെ ജോലി. എന്ത് ജോലി, എന്ത് പഠിപ്പ്? കാട്ടിക്കൂട്ടണ ഓരോരോ അക്രമങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ, എന്നാൽ അത് അവിടെ കാട്ടിക്കൂട്ടിയിട്ട് അവിടെ ഒതുങ്ങിയിരിക്കുകയല്ല. ഇതെടുത്തിട്ട് ഫേസ്ബുക്കിലിടുക, യൂട്യൂബിലിടുക, എന്നിട്ട് സ്വന്തം മാതാപിതാക്കളിനെയും കൂടപ്പുറപ്പുകളെയും കുടുംബക്കാരനൊക്കെ തല നിവർത്തി നടക്കാൻ വയ്യാത്ത രൂപത്തിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ മോളുടെ വീഡിയോ കണ്ടല്ലോ, എൻ്റെ മോളുടെ ഇത് ഫോട്ടോ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം അതൊന്നും ഈ കാട്ടിക്കൂട്ടുന്നവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരുപാട് അനുഭവിച്ച് അരച്ചാണ് വയറും മുണ്ടും മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇവരെന്നൊന്ന് പഠിപ്പിച്ച് നല്ല നമ്മൾ കഷ്ടപ്പെട്ട പോലെ അവർ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ പഠിപ്പിച്ച് നല്ലൊരു നിലക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രക്ഷിതാക്കൾ ഈ കഷ്ടപ്പെടുന്നത്. അത് മക്കൾ മനസ്സിലാക്കണ്ടേ? മക്കൾ മനസ്സിലാക്കണില്ല. മക്കൾക്ക് എങ്ങനെയും കയ്യും കാലും ഒന്ന് നിവർത്തി പറക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് അവരിയ്ക്കുന്നു. വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഇത് പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരുന്നത്, ഞങ്ങളെ പഠിപ്പിക്കണത് അവരെന്തെങ്കിലുമൊക്കെ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർക്കൊന്നും വേണ്ട, അവർ പറയും ഞങ്ങൾക്കൊന്നും തന്നില്ലേലും വേണ്ട. ഇന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് രക്ഷിതാക്കൾ, പറയുന്നുണ്ട് ഞങ്ങളെ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, അവർ നന്നായി ജീവിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവർ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പല ത്യാഗങ്ങളും സഹിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ അയച്ചിട്ട് അവർ നന്നാവുന്നതിന് പകരം അവരിങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് മാതാപിതാക്കളായി അതിനെയും കൂടി പിന്നെ പണം ചിലവാക്കേണ്ട ഒരവസ്ഥയിലോട്ട് വരുമ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് ആലോചിച്ചൊക്കെ. ഇനിയിപ്പോൾ പഠിക്കാൻ പറഞ്ഞയച്ച 4 പിള്ളേരാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിയുള്ളത്. അതിനിപ്പോൾ അവരുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്, എന്തെല്ലാം രീതിയിൽ ഇവിടെ നിന്നെല്ലാം കടവും കള്ളിയും വാങ്ങിയിട്ടാണ് അത് ചെയ്തു കൊടുത്തിട്ടുള്ളതെന്ന് അവർക്കെല്ലാം അറിയുള്ളൂ, നമുക്ക് വല്ലതറിയോ? അപ്പോൾ ആ പഠിപ്പ് അവിടെ നിന്ന് അവർക്ക് ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആ ഒരു ഇതും അവിടെ നിന്ന് ആ കുട്ടികളുടെ ഭാവി ചീത്തയായി പോയി. അവർക്കൊരു നല്ല വിവാഹബന്ധം, നല്ലൊരു ജോലി, നല്ലൊരു സ്ഥലത്ത് അവർക്ക് നല്ലൊരു ജോലി കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പഠിച്ചിട്ട് എല്ലാവരും ഓരോരോ വിദേശത്തൊക്കെ പോയിട്ടാണ് പിള്ളേർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ
ജോലി സ്ഥലത്തേക്ക് അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ അവർക്ക് പറ്റുമോ? അവരുടെ ഇപ്പോൾ ഭാവി അവരുടെ പോയില്ല. അപ്പോൾ അതൊക്കെ അവരെ മക്കൾ അവരവർ ചിന്തിക്കണ്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇതുകൊണ്ടൊക്കെ പിന്നീട് പ്രശ്നമാവും, ഞങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും എന്നൊക്കെ ചിന്തിക്കണ്ടേ? അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല പിള്ളേർക്ക്. ഇങ്ങനെ എന്താണോ എന്താണോ മൈൻഡിൽ തോന്നി അതങ്ങോട്ട് ചെയ്യുക. അത് ശരിയാണോ തെറ്റാണോ, അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ ദോഷം ഉണ്ടാവുമോ ഒന്നും ചിന്തിക്കില്ല. അതാണ് ചെയ്യുക. എന്താ തോന്നി അതാണ് ചെയ്യുക. മരിക്കാനാ തോന്നി ആണ്ട് മരിക്കുക, അല്ല ജീവിക്കാനാ തോന്നി അങ്ങനെ ആണ്ട് പോവുക. എവിടെയെങ്കിലും പോയി ജീവിക്കുക, എങ്ങനെയും ജീവിക്കുക. എവിടെയെങ്കിലും പോയിട്ട് നല്ലപോലെ ജീവിക്കില്ല, എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും വായി തോന്നിയ പോലെ ജീവിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പിള്ളേരുടെ ഒരു കാര്യം. ഇന്നിപ്പോൾ മുറ്റത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കണമെന്ന്. കറണ്ടില്ല, അകത്ത് വെളിച്ചമില്ല. അപ്പം അതുകൊണ്ട് പുറത്തിരുന്നാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം അതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഓക്കെ.